കുട്ടിക്കുറുമ്പുകൾക്ക് കൂട്ടായി നമ്മുടെ സ്വന്തം ജഡ്ജസ്. വെൽക്കം MG അങ്കിൾ, ശരത് അങ്കിൾ ആൻഡ് മൃദു ചേച്ചി. ലെറ്റ്സ് വെൽക്കം മിയ ചേച്ചി. സ്വരരാഗവേദിയിലേക്ക് എത്തുന്നു കൃഷ്ണകുട്ടി. വെൽക്കം കൃഷ്ണ ഓൺ സ്റ്റേജ്. ഹായ് കൃഷ്ണകുട്ടി. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പൊ MG സാർ എനിക്ക് കൊറേ പേരിട്ടില്ലേ, അപ്പൊ എനിക്ക് ഒരു പുതിയൊരു പേര് കിട്ടി. എവിടുന്ന്? അത് ഞാൻ ഒരു പ്രോഗ്രാമിന് പോയിരുന്ന സ്കൂളിലെ, അപ്പോ ഒരു ട്രോഫി കിട്ടി. ആ ട്രോഫിയുടെ മുകളില് കൂറ്റനാടിലെ വാനമ്പാടി എന്ന് എഴുതിണ്ടായിരുന്നു. നല്ല പേരാണല്ലോ അത്. ഞങ്ങളുടെ കൃഷ്ണൻകുട്ടിയാ. മക്കൾ ഏതാ പാടുന്നത്? വൈശാഖ പൗർണമിയോ. ആരൊക്കെയാണ്? സിനിമ പരിണയം, എഴുതിയത് യൂസഫ് അലി സാർ, പിന്നെ മ്യൂസിക് ബോംബെ രവി സാർ, പാടിയത് ചിത്രമ്മ. ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. നല്ലൊരു സെലക്ഷനാണ് കേട്ടോ മോളെ.
കൃഷ്ണ എന്താ സാർ? എന്താ പറയാ, സൂപ്പറായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. അസാധ്യമായിട്ട് പാടി. താങ്ക് യു സാർ. ഒരുപാട് സ്ഥലങ്ങൾ അതിമനോഹരമായിരുന്നു. ആ മോള് മാറ്റേണ്ട ഒരൊറ്റ കാര്യം ടെൻഷൻ, പിന്നെ റിലാക്സ്ഡ് ആയിട്ട് പാടണം. പാടുമ്പോൾ ആ ഈ ശ്വാസം പോകുന്നൊക്കെ ഉണ്ടല്ലോ, ആ അതുപോലെ തന്നെ ചില സംഗതി ചേങ്ങിലെയോ അതുപോലത്തെ തുണ്ടുപല്ലവിലെ കുറച്ച് സംഗതികളോ വൈശാഖ പൗർണമിയോ അതൊക്കെ പോകുന്നതിൻ്റെ കാര്യം അതിൻ്റെ അച്ഛൻ സംഗതികൾ വേറെ പാടിയിട്ടുണ്ട് ഇതിനകത്ത്. എന്നിട്ട് ഈ ചെറിയ സംഗതി പോകുമ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോക്കുണ്ടാകുന്ന ഇത് ഒരു വെപ്രാളം ഉണ്ടല്ലോ, ഇത് ഇങ്ങോട്ട് പാടി ഇങ്ങനെ ആക്കണം എന്നൊക്കെ ഉള്ള ഒരു വെപ്രാളവും ഒരു ടെൻഷനും എല്ലാം കൂടെ ഉണ്ട്. പാട്ട് പാടാൻ തുടങ്ങുമ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആവണം. ആ അപ്പോഴത് റിഫ്ലക്റ്റ് ചെയ്യും ആ പാട്ടിനകത്ത്. ആ ആ സംഗതികൾ പാടുന്നതിനകത്ത് അത് കൃത്യമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അത് മാത്രമാണ് എനിക്കിവിടെ തോന്നിയിരിക്കുന്നത്. അതായത് ഈ ചേങ്കിലെയോ തുണ്ടുവണ്ടിയിലുള്ള വൈശാഖ പൗർണമി അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ അതിമനോഹരമായിട്ട് ഇതിനെക്കാട്ടിൽ ഒരുപാട് പ്ലേസസ് മോള് പാടിയിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. മക്കളെ, എന്താ സാർ? കൃഷ്ണകുഞ്ഞെ എന്തോ ഉഗ്രായിട്ട് പാടിയതാ. താങ്ക് യു സാർ. അസാധ്യം. താങ്ക് യു സാർ. മോള് എം ജി അങ്കിള് പറഞ്ഞ മനസ്സിലായോ? ആ അതിൻ്റെ അച്ഛൻ സംഗതി പാടിയിട്ടുണ്ടെന്ന്. മോള് വരച്ച അതിൻ്റെ അച്ഛൻ സംഗതി പാടിയിട്ടുണ്ടെന്ന്. അങ്ങനല്ല, അതിൻ്റെ അപ്പുറത്തത് അതൊക്കെ എൻ്റെ ഉസ്താദ് സംഗതികൾ മോള് ഈസിയായിട്ട് പാടി. ആ അതാണ് പറഞ്ഞത് കേട്ടോ. ആ മോള് ഈ ടെൻഷൻ വെച്ചോണ്ടിരിക്കണം. നിന്നെ കാണുമ്പോൾ ഞങ്ങൾക്ക് ആ ടെൻഷൻ. ഇപ്പോൾ കൂളായിട്ട് നിൽക്കി. ആ നമ്മളങ്ങ് ദൈവത്തിന് വിട്ടു കൊടുക്കണം. അവിടെ ആ പടച്ചോനെ കാത്തോളീ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകണം. അപ്പോൾ ഏത് ചൊരവും ഇറങ്ങാൻ പറ്റും ഈസിയായിട്ട്. അപ്പം മക്കൾ അതൊക്കെ കൂളായിട്ട് നിന്ന് പാടുമ്പോൾ നല്ല പാട്ടുകാരി, അതിൽ ഒരു ഡൗട്ടും ഞങ്ങൾക്ക് ആർക്കും ഇല്ല കേട്ടോ. അപ്പൊ കൂളായിട്ടൊന്ന് പാടുമല്ലോ. പിന്നെ മോളെ കോകില കൂജനമോ? ആ കൂജണം എന്നാ കേട്ടത്. അത് മാറ്റിക്കോളൂ കേട്ടോ. പിന്നെ മോളെ ഇത് എന്താ പറയണ്ടേ, ഈ ചരണത്തില് ചാർത്തുന്നു, അത് അനുപല്ലവിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയ ഒരു സാധനമാണ് അവിടെ വന്ന് ചളങ്ങിപ്പോയത്. അത് ടെൻഷൻ കൊണ്ടാണ് കേട്ടോ. പിന്നെ ശ്വാസം അങ്ങനെ ഒരിട വരാതെ പ്ലാൻ ചെയ്തോളാം ശ്വാസത്തിന്റെ കേട്ടോ മക്കളെ. അപ്പോഴത്തേക്ക് അങ്ങനെ വരത്തില്ല. പക്ഷെ എന്തായാലും കിടുക്ക ചെയ്യാം. ബാക്കി എല്ലാം ചിലതൊക്കെ മാജിക്കലായിരുന്നു മോളെ. നമ്മൾ അറിയാണ്ട് പറഞ്ഞു പോയി കേട്ടോ. അപ്പൊ ഈ മക്കളുടെ ഈ അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് ഒക്കെ കളഞ്ഞാൽ എങ്കയോ പോയിട്ട് നീ ഉന്നെ പാക്കവേ മുടിയാത്. അവളോ പെരിയ ലെവലിൽ പോയിടുക. തെരിതാ എന്നാ തെരിഞ്ചത് എന്നോ ഏതോ മോളെ നല്ല ഉയരങ്ങളിൽ എത്തുമെന്നാ പറഞ്ഞത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു സാർ. കൃഷ്ണക്കുട്ടി, എന്താ ചേച്ചി? ബോംബെ രവി സാറിന്റെ അതിമനോഹരമായിട്ടുള്ളൊരു കോമ്പോസിഷൻ അല്ലേ? അതെ, ബ്യൂട്ടിഫുൾ ആയിട്ട് മോള് പല സ്ഥലത്തും മാജിക്കലായിരുന്നു. സത്യമാണ് ശരത് സാറ് പറഞ്ഞത്. അതിമനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 99% ചിത്ര ചേച്ചി പാടിയതുപോലെ തന്നെ പാടിയിട്ടുണ്ട്. പല ശ്രുതി ശുദ്ധമായിരുന്നു പല പോർഷൻസും. ഒരുപാട് എനിക്കിഷ്ടമായി. ഒരുപാട് ഇങ്ങനെ ഇഷ്ടമായി വരുന്ന സമയത്താണ് ആ ബ്രെത്തിന്റെ ഒരു പ്രശ്നം. അത് വേറെ ഒന്നുമല്ല, ടെൻഷൻ തന്നെയാണ്. പിന്നെ അതുകൊണ്ട് അപ്പൊ മൂക്കടപ്പ് ഉള്ളത് കൊണ്ടും കൂടി ടെൻഷൻ കൂടി അല്ലേ? അപ്പൊ വേറെ ഒന്നും പറയാനില്ല മോളെ. അതിമനോഹരമായിരുന്നു. പല സ്ഥലത്തും ഈ ബ്രെത്ത് പോയത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതേപോലെ തന്നെ പഠിച്ചിട്ട് കോൺഫിഡന്റ് ആയിട്ട് വരണം ഇനി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. മോളു നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. കമന്റ്സ് ഒക്കെ കേട്ട് സന്തോഷായില്ലേ? അപ്പൊ ആ ഒരു ടെൻഷന്റെ ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ. ചിലപ്പോ എന്താ പറയുന്ന ഒരു കണ്ണ് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഒരു കുഞ്ഞു പ്രശ്നം എന്നുള്ള രീതിയിൽ അതിനെ കണ്ടാൽ മതി. അതർവൈസ് എല്ലാം സൂപ്പറായിരുന്നു. ആരും കണ്ണ് വെക്കാണ്ടിരിക്കട്ടെ. ഇപ്പൊ എന്താ കൂറ്റനാടിന്റെ വാനമ്പാടി എന്നല്ലേ പറഞ്ഞേ? അത് കൂറ്റനാട് മാത്രമല്ല, അതിന്റെ അടുത്തുള്ള സ്ഥലങ്ങളും കേരളം മൊത്തവും അങ്ങനെ ഒരുപാട് വലിയൊരു വാനമ്പാടിയായി മാറട്ടെ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു ചേച്ചി. കൃഷ്ണൻകുട്ടി, എന്താ സാർ? so we are giving you 99 out of 100. താങ്ക് യു സാർ. ആടി ഒരു വട്ടനാട് പൂക്കുറ്റി. താങ്ക് യു സാർ. കൃഷ്ണക്കുട്ടി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഏഴഴകുള്ള പാട്ടുപൂരത്തിലേക്ക് സനിക കുട്ടി എത്തുന്നു. വെൽക്കം സനിക കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. ഹലോ. ഹായ് മോളെ. ഹലോ. നല്ല സൂപ്പർ ഡ്രസ് ബ്യൂട്ടിഫുൾ മോളെ.
പിന്നെ എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ എന്തെങ്കിലും കേൾക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നത്, അതായത് ചോദിക്കുന്നത്. വിശേഷമൊന്നുമില്ല, എക്സാം ഒക്കെ കഴിഞ്ഞു, വെക്കേഷനായി, ഇപ്പൊ പാട്ട് മാത്രം പഠിച്ച് അടിപൊളി പോകുന്നു. അത് കൊള്ളാം, മുന്നേറുന്നു. അതെ. അപ്പൊ മോൾ ഇന്ന് ഏതാ പാടുന്നേ? ഇന്ന് പെർഫോമൻസ് റൗണ്ടിൽ മണിമുറ്റത്താവണിപ്പന്തൽ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് പോരട്ടെ, ധാരധാരയായിട്ട് ഒഴുകട്ടെ. ആരൊക്കെ? മ്യൂസിക് ചെയ്തത് വിദ്യാസാഗർ സാർ, ലിറിക്സ് ചെയ്തത് ഗിരീഷ് പുത്തഞ്ചേരി സാർ, പാടിയത് യേശുദാസ് സാറും അതുപോലെ സുജാത മാമും. അത്രേ ഉള്ള പടത്തിന്റെ പേര് ഡ്രീംസ്. എപ്പോഴാ മനസമാധാനായി? ഓക്കെ, ഡ്രീംസ് സിനിമയുടെ കഥയും കൂടെ പറ. അയ്യോ അതെനിക്കറിയില്ല. ഡീറ്റെയിൽസ് എല്ലാം വേണ്ടേ? അത് മാത്രം എനിക്കറിയില്ല. ആരൊക്കെ അഭിനയിച്ചേ? സുരേഷ് ഗോപി. അപ്പൊ എല്ലാ ഡീറ്റെയിൽസ് മോക്ക് അറിയാം അല്ലേ? പാട്ടിന്റെ എല്ലാം അറിയാലോ, അത് തന്നെ മതി, ധാരാളം. അപ്പൊ നമുക്ക് പാടി തകർത്താലോ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു.
സൈനിക എന്തോ സാർ. നന്നായിരുന്നു മോളെ, താങ്ക് യു സാർ. രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ഡാൻസേഴ്സും ഒക്കെ ആയിട്ട്. ഈ പാട്ട് ഒരു പെപ്പി സോങ് ആണ്. സുരേഷ് ഗോപിയുടെ ഒരു ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെ. മീനൂട്ടി ഇപ്പൊ ഇത് കാണിച്ചോണ്ട് വരുമായിരുന്നു അങ്ങോട്ട്. അതെ, അല്ല അത് എന്തുകൊണ്ടാ കാണിക്കുന്നത്? സംഭവം ഹിറ്റായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കാണിക്കുന്നത്. നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഈ കണ്ണാടി മുല്ലേ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് 1-2 സ്ഥലം ശരിയായി. അതങ്ങോട്ട് അച്ചട്ടായിട്ട് അങ്ങോട്ട് വീണില്ല. അപ്പോൾ ഒരു സ്ഥലം കൃത്യമായിട്ട് വീണു. അപ്പം ബാക്കിയുള്ള സ്ഥലം എന്തുകൊണ്ട് വീണില്ല എന്നാണ് ഇവിടെ ഇരുന്നുകൊണ്ട് മിയ ചോദിക്കുന്നത്. എനിക്ക് വീടില്ലാതൊന്നും മനസ്സിലായില്ല. അതിപ്പോ വീഴ്ത്തി കാണിച്ചു തരും. ഒന്ന് പാടിക്കാം മോളെ. അവിടെ ഒരു ചെറിയൊരു വ്യത്യാസം. അതിന്റെ ഒരു നോട്ട് അതല്ലേ? അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് മോളെ, അത്രേ ഉള്ളൂ. ഒരു പ്രാവശ്യം പാടിയപ്പോൾ കറക്റ്റായിട്ട് വന്നായിരുന്നു. അതുപോലെ താരം അവിടെ ശ്രുതിയുടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് കേട്ടോ. താന തീനാന അവിടെ കുറച്ച് ശ്രുതി പോയായിരുന്നു. പിന്നെ എന്തായിരുന്നു അക്ഷരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയത്. കാതോരം ചരണം അത് പെട്ടെന്ന് മറന്നുപോയി. സാരമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി പാട്ട് മനോഹരമായിട്ട് പാടി. ഇതാരാ സെലക്ട് ചെയ്തത്? അച്ഛൻ. നല്ല പാട്ടാട്ടോ, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. കാരണം എല്ലാവർക്കും ഇത് എത്ര കണ്ടാലും മതിയാകത്തില്ല. കാരണം വിദ്യാസാഗറിന് നല്ലൊരു ബ്യൂട്ടിഫുൾ കമ്പോസിഷൻ. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മളൊരു ഡ്യുവറ്റ് സോങ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഇതിനകത്ത് വലിയ കുഴപ്പമില്ല. സാധാരണ വിദ്യാസാഗറിൻ്റെ സോങ്ങുകളിലൊക്കെ ഈ വളരെ ചേർത്ത് വയ്ക്കും, അല്ലെ സസ്റ്റെയിൻ കൊണ്ടുവന്ന് മറ്റേ ഫീമെയിൽ വോയിസിൻ്റെ സസ്റ്റെയിൻ കൊണ്ടുവന്ന് മെയിൽ വോയിസിൻ്റെ ശാക്കലം കയറ്റി വയ്ക്കുമ്പം പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് വരും. ഇതിനകത്ത് വലിയ പരിക്കുകളില്ലാതെ കുട്ടി രക്ഷപ്പെട്ടു കേട്ടോ. നന്നായിരുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് സർ. മോളെ സനിക, എന്തോ സർ. പന്തലിൻ്റെ ഒരു സുഖം പോരായിരുന്നു. നല്ല ആളുകളെ ഏർപ്പാടാക്കണം പന്തലിന് കേട്ടോ. അതുപോലെ മോളെ എനിക്ക് മണവാട്ടി പെണ്ണൊരുങ്ങ് അതൊരു അധികാര സ്വഭാവം. മണവാട്ടി പെണ്ണെ ഒരുങ്ങടി പെട്ടെന്ന്, ഇതല്ലെങ്കിൽ വേറെടുത്ത് എന്ന് പറഞ്ഞ ആ ഒരു ഇല്ല. അതെന്തിനാണ് അത്രയ്ക്ക് ഒരു ബലം പിടുത്തം മോക്ക്? ബി പ്രാക്ടിക്കൽ മോള്. അത്രയൊക്കെ ഉണ്ട്. പിന്നെ മോളെ എനിക്ക് അത് പറയണുണ്ടായിരുന്നു. ഇല്ലല്ല ചേച്ചി, ശരി. എന്തായാലും പക്ഷെ നല്ല നല്ല സുഖമുള്ളൊരു പാട്ടാണ് മോളെ. ഒരു ചില ഐറ്റം മോള് ഉഗ്രമായിട്ട് പാടിയിട്ടുണ്ട്. അത് കേട്ട് നല്ല സുഖമുണ്ട്. അക്ഷരമൊക്കെ കുഴപ്പമില്ല, പറ്റാതെ എല്ലാം പറ്റും. അതൊക്കെ പോവും, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അത്രേ ഉള്ളൂ മക്കളെ. ഓക്കെ സർ, സന്തോഷം. താങ്ക് യു. സനിക കുട്ടാ, എന്തോ ചേച്ചി. ഈ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. കാരണം അത് ഇറങ്ങിയ സമയത്തൊക്കെ ഡാൻസ് സീക്വൻസ് ഒക്കെ എന്ത് രസമല്ലേ. സുരേഷ് ചേട്ടനും മീന ചേച്ചിയൊക്കെ ഭയങ്കര, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ചേച്ചി ഫസ്റ്റ് ഷോട്ടിൽ വരുന്നത്. ഭയങ്കര രസമുള്ള സ്റ്റെപ്സും അവരുടെ ആ ഒരു കൊറിയോഗ്രാഫിയും പാട്ടും എല്ലാം കൂടെ. വിദ്യാസാഗർ സാറിൻ്റെ സോങ്ങാണ്, അപ്പം നമുക്ക് പറയേണ്ട ആവശ്യമില്ല അതിനെപ്പറ്റി. ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് പാടിയിട്ടുമുണ്ട് ദാസാറും സുജാ ചേച്ചിയും കൂടെ. അപ്പം മോളിത് എടുത്ത് വന്ന് നന്നായിട്ട് പാടിയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ഡാൻസേഴ്സും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. നല്ലൊരു ഓളം ഉണ്ടാക്കി. അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ മടിച്ചുകൊണ്ട് ചെയ്യണ്ടേ ഒരു നാണിച്ചൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ രസമുണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ ആയിരുന്നോടാ. ഓൾ ദി ബെസ്റ്റ് ചേച്ചി. താങ്ക് യു സോ മച്ച്. വല്ല മനസ്സിലായല്ലോ? മനസ്സിലായി. പറഞ്ഞ പോലെ തന്നെ ആ കൊറിയോഗ്രഫിയും കാര്യങ്ങളും ഒക്കെ ഡാൻസേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മനസ്സിലാവും. അവരതേ, എനിക്ക് തോന്നുന്നു അതേ സ്റ്റെപ്സ് തന്നെയായിരുന്നു കളിച്ചതൊക്കെ. ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ അതൊക്കെ ആ പാട്ടിനകത്തെ സ്റ്റെപ്സ് തന്നെയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇവിടുന്ന് നോക്കുമ്പോൾ മോള് സെൻറ്ററിൽ നിന്നിട്ട് ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ കൊടുത്ത് അവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവർ നല്ല രസമായിട്ട് കളിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട്, ഭയങ്കര ഹിറ്റായിരുന്നു ആ സമയത്ത്. നമ്മൾ സ്കൂളിലൊക്കെ കലോത്സവമൊക്കെ വരുമ്പോഴത്തേക്കും സിനിമാറ്റിക് ഡാൻസ് കോമ്പറ്റീഷനൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാവരും എടുക്കുന്ന ഒരു പാട്ടായിരുന്നു. ഈ പാട്ടെടുത്ത് നല്ല രസമായിട്ട് പെർഫോം ചെയ്യാന്നുള്ളത്. അപ്പോൾ നല്ലൊരു പാട്ട്, നന്നായിട്ട് പാടി, നല്ല രസമുണ്ടായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. സനിക, എന്തോ സർ. 1-2-3 മിസ്റ്റേക്ക് ഒഴിച്ചിരുന്നെങ്കിൽ നന്നായിട്ട് കയറി പോയേനെ. ബട്ട് കൊള്ളാം. സോ വി ആർ ഗിവിംഗ് യു 98 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ആടി ഒരു വിദ്യാജി പൂക്കുറ്റി.
മണവാട്ടി പെണ്ണൊരുങ്ങ് മാമ്പൂമേ പൂത്തിറങ്ങ് ഇന്നല്ലേ നിന്റെ കല്യാണം കണ്ണാടി മുല്ലേ കുസൃതിക്കൂട്ടിലെ കുറുമ്പിക്കുട്ടി നമ്മുടെ ലക്ഷ്യക്കുട്ടി. വെൽക്കം ലച്ചു ഓൺ സ്റ്റേജ്. ഹലോ ഹലോ പല്ലുടെ പല്ലു പോയി. നന്നായി മക്കളെ, നന്നായി. കുറേ കൂടെ ചന്തം വന്നു. അതെ പല്ല് പോയി നോക്കിയപ്പോ ഒരു സൈഡിൽ ഞാൻ ഇച്ചിരിയെ കണ്ടുള്ളൂ. ഒന്നുകൂടെ ചിരിച്ചപ്പം വേറെയും പോയി. എവിടെ? ഫ്രണ്ടില്. അത് വിട വിട്ടതാ. അത് കുറച്ച് വിട വിട്ടുന്നല്ലോ, ഒന്നേ പോയിട്ടുള്ളൂ. അണ്ണാ ഒന്നേ പോയുള്ളൂ, പക്ഷെ കുറച്ച് വിട വിട്ടു. പല്ല് കുറച്ച് വലുതായിട്ട് വരാൻ വരട്ടെ. തോന്നിയാൽ അവർക്ക് സുഖമായിട്ട് വരാം. ആ അതിന് വേണ്ടി പക്ഷെ ആനപ്പല്ല വരുന്നത്. ആനപ്പല്ല വരുന്നത്. പക്ഷെ എന്തായാലും ഇപ്പൊ ആ ഡ്രസ്സിന് മാച്ചാണ് ഇപ്പം. വൈറ്റ് ബ്ലാക്ക് അല്ലേ പല്ല്. പല്ലും പല്ല് മഞ്ഞയാ. ഹലോ ഹലോ, ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? പത്തില്. ഒന്നില്. എന്റെ പിറന്നാള് കഴിഞ്ഞപ്പോ 2ലാ. ഇനിയിപ്പോ രണ്ടിലോട്ടാ. ഇനിയിപ്പോ രണ്ടാം ക്ലാസ്സിലോട്ടാ കേറുന്നത്. ഓരോ പിറന്നാൾ കഴിയുമ്പോഴാ ക്ലാസ് മാറുന്നത്. ക്ലാസ് മാറുന്നത്. വെരി ഗുഡ് മോളെ. എന്നായിരുന്നു പിറന്നാള്? കഴിഞ്ഞ വർഷമായിരുന്നു. ഏപ്രിൽ ഫുൾ. ഏപ്രിൽ ഫൂളായിരുന്നു. അതാ പറഞ്ഞു, കഴിഞ്ഞ വർഷം ഏപ്രിലാണ്. ഏപ്രിൽ 1. ഏപ്രിൽ ഫൂളിന്റെ അന്ന് ജനിച്ച ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഞാനും അവള് വലിയ അഭിമാനമായിട്ടാണ് അത് പറയണത്. ലച്ചുക്കുട്ടാ, കഥകളൊക്കെ അറിഞ്ഞോ? നമ്മുടെ ഇജോക്കുട്ടൻ എന്താ ചെയ്തെന്ന്? ഞാനൊന്നും പറയാതിരിക്കായിരുന്നു, അറിയില്ല. മക്കളെയൊക്കെ മിണ്ടാതിരിക്കായിരുന്നു. കൈവിട്ട് പോയി മക്കളെ. പോയി കേട്ടോ, അറിഞ്ഞോ? ആള് പോയി. ഒന്നും അറിയില്ല. ഇതെങ്ങനെയാ അറിയാ? അല്ല, എങ്ങനെ അറിയാന്ന് വെച്ച് ഞാൻ പറഞ്ഞുതരാം. വിശ്വസിക്കോ? കുറച്ചിത്തിരി പൊടി. ഒരു പൊടി വിശ്വസിക്കും. ഒരു പാട്ട് ഇവിടെ വന്ന് പാടിയപ്പോഴത്തേക്ക് ചർച്ചയായി. ലച്ചൂട്ടി താരക്കുട്ടി അതെനിക്ക് മനസ്സിലായി. ചർച്ചയായി. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരൊറ്റ വാക്ക് ചോദിച്ചു, കുറെ നാളായില്ലേടോ താൻ ഈ ലച്ചൂട്ടിയെയും കുച്ചുകുട്ടിയെയും താരക്കുട്ടിയൊക്കെ വെച്ച് നടക്കുന്നു, ഇവിടെ ഒരു കുട്ടി ഇരിപ്പില്ലേ, മിയക്കുട്ടി, ഈ മിയക്കുട്ടിയെ സ്നേഹിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ തന്നെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒരു ആക്ഷൻ കാണും. ഒറ്റ ഇരിപ്പ ഇവിടെ വന്ന്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടൊരുമ്മ, അവൻ ഇങ്ങോട്ടൊരുമ്മ, പിന്നെ ഇവിടുന്ന് അങ്ങോട്ടൊരുമ്മ, അവൻ ഇങ്ങോട്ടൊരുമ്മ, പിന്നെ ഒരു സെൽഫി, നമ്പർ വാങ്ങിക്കണം. ഞാനൊരു തോറ്റ്. പരിപാടിയാണോ? ഇവ ഇന്നത്തെ എപ്പിസോഡ് പറയുന്നത് ഒരു ഭാഗത്ത് താരേനെ വിട്ട് ഒരു ഭാഗത്ത് ലച്ചുനെ വിട്ട്. രണ്ടുപേരെ വിട്ടു. വിട്ടതല്ല, ഓർത്തു. ഓർത്തതല്ല. പാടിയപ്പോ ഓർത്ത് നമ്മ പുറത്തിറങ്ങി പറയുമെന്ന് ഇവരോട്. പക്ഷേ ആഹാ, ഇത് വൻ തട്ടിപ്പാ കേട്ടോ. അവരോട് രണ്ടുപേരുടെ താരയോടും ലച്ചുനോടും പറഞ്ഞു നിങ്ങളെ ഓർത്തിട്ടാ പാടിയെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് എന്റെ നേരെ കൈ ചൂണ്ടി സൈനബാ എന്ന് വിളിച്ചോണ്ടാണ് പാടിയത്. സൈനബ എന്ന് പറഞ്ഞാ പാടിയത്. ആ, അപ്പൊ നിങ്ങളെ പറ്റിച്ചു. ഇപ്പൊ നിങ്ങള് ഏകരായി. ഇവ ചിലപ്പോ ഒക്കെ പറയാ, അയ്യോ എന്റെ തല പൊട്ടി തെറിക്കേ. അങ്ങനെ പറയോ? ആ, അല്ല, ഇവിടെ വന്ന് അങ്ങനെയല്ല പറഞ്ഞ്, ആ ലച്ചുവിന്റെയും താരയുടെയും തലവൊട്ടിത്തെറിക്കണേ എന്ന് പറഞ്ഞു. ഇനിയിപ്പൊ നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം അല്ലേ? വേണ്ട, എനിക്ക് ഇതൊക്കെ തന്നെ മതി. അവര് നല്ല കുട്ടികളാണ്. അത് പോയി. മക്കളെ അത് പോയെന്ന്. ഇന്നിപ്പോ വൈകുന്നേരം വണ്ടിയിൽ പോവാ, കാറിൽ പോവാൻ. ഇതൊക്കെ എന്നോട് മിണ്ടും. അല്ല, മിണ്ടുന്നതല്ല, ജോക്കുട്ടന്റെ ഉടമസ്ഥനായി ഇരിക്കുന്ന മിയ. ഞാനെടുത്തു. വൈകുന്നേരം പോവാ, വീട്ടിലോട്ട് പോവാ ഒരുമിച്ച്. ഞങ്ങൾ രണ്ടാളും ദിവസം ഒരുമിച്ചാ പോവാ. മക്കളെ ഇവിടെ എന്റെ വന്നപ്പോഴേ പറഞ്ഞു. വീട്ടിലോട്ടാണ് മക്കളെ അതൊക്കെ അതൊക്കെ പണ്ട് പണ്ട് 5 വർഷം കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല. അവന്റെ മനസ്സിൽ ഞങ്ങളെയായിരിക്കും വേണ്ടിയത്. ചിലപ്പോ ഞങ്ങള് 3 ആളെയും ചിലപ്പം വേണ്ടി വരും. ഒന്നും വേണ്ട, നിങ്ങൾ ഒഴിവാക്കിയെന്നാ പറഞ്ഞ. നിങ്ങളെ എല്ലാം ഒഴിവാ. നിങ്ങളെല്ലാം ഔട്ട് ഹൗസ്. ഇജോക്കുട്ടന് ശരിക്കും ആരൊക്കെ ഇഷ്ടം? ആരെയില്ല. മിയ ചേച്ചിനെയും പിന്നെ ആരാ? പിന്നെ ആരുമില്ല. ഒരാളേ ഉള്ളൂ. എന്തൊക്കെയായിരുന്നു ഇവിടെ? ഓ, എനിക്ക് സത്യം പറഞ്ഞ എന്റെ കുശുമ്പ് വന്നു. എനിക്ക് ആരും വേണ്ട, എനിക്ക് MG അങ്കിളിനെ മതി. കിട്ടിയില്ല, അവിടെ ഇവിടെ നോക്കി. എനിക്ക് MG അങ്കിളിനെ പിന്നെ ശരത് അങ്കിളിനെ. ആ മക്കൾക്ക് അഭൂതന്മാരെയാണോ വേണ്ടത്? ശരി, ഞങ്ങള് അനുഗ്രഹിച്ചിരിക്കുന്നു മോളെ.
കഥ കംപ്ലീറ്റ് ഒരു സെക്കൻഡ് കൊണ്ട് തകർന്നു പോയി. തകർന്നു പോയി. ഏത് പാട്ടാണ് നമ്മള് പാടുന്നത്? ഞാന് താലോലം പൂം പൈതലേ. ആ നല്ല ഷോ പാടി തുടങ്ങി പിന്നെ കഥയിലേക്ക് പോയി. വെങ്കടേഷ് സാർ അല്ലേ? SP വെങ്കടേഷ്, പിന്നെ ONV കുറുപ്പ് സാറ് അല്ലേ? അപ്പൊ തകർക്കൂ, അടിച്ചു പൊളിക്കും. ഓക്കെ. താലോലം പൂം പൈതലേ താരാട്ടാൻ വാ തിന്നലേ ഈ താമരപ്പൂ കൺകളിൽ ഒരു മുത്തം നൽകാൻ വാ കുളിർ മുത്തം നൽകാൻ വാ താലോലം പൂം പൈതലേ താരാട്ടാൻ വാ തിന്നലേ. തിങ്കളു നിറതിങ്കളിൽ കളിയാടും മാൻകുഞ്ഞു താമര കുളിരല്ലിയോ അതിലൂറും പൂന്തേനോ ഭൂമി ദേവിയോ മനിക്കും പൂനിലാവിൻ ചെണ്ടോ പുലർക്കാലും കൺചിമ്മി കണി കാണുന്നോ നിന്നെ താലോലം പൂം പൈതലേ താരാട്ടാൻ വാ തെന്നലേ ഈ താമരപ്പൂ കൺകളിൽ ഒരു മുത്തം നൽകാൻ വാ കുളിർ മുത്തം നൽകാൻ വാ. താരിളം മിഴിപൂട്ടി നീ തഴുകും കിനാവേതോ ആരിയോർത്തൊരു പുഞ്ചിരി അലിയുന്നോ നിൻ ചുണ്ടിൽ ഓമനീയൻ മാറിൽ നീയും പൂവിതൾ പോൽ ചായും പുളകം പോലിമേൽ കുളിരാടുന്നാലോലം താലോലം പൂം പൈതലേ താരാട്ടാൻ വാ തിന്നലേ ഈ താമരപ്പൂ കൺകളിൽ ഒരു മുത്തം നൽകാൻ വാ കുളിർ മുത്തം നൽകാൻ വാ. സൂപ്പർ സൂപ്പർ, അതിമനോഹരം. താങ്ക് യു. എന്ത് രസമായിരുന്നു. ഞാൻ ശരിക്കും ഉറക്കം വന്നു പോയി. എനിക്ക് പാട്ട് കേട്ടിട്ട് ഉറക്കം വന്നു. പിന്നെ ഒരു സ്ഥലം വന്നപ്പോഴാണ് ഞാൻ ഞെട്ടി എണ്ണീറ്റത്. അതെങ്ങനെയായിരുന്നു? അതിലൂറും പൂന്തേനോ താമര കുളിരല്ലിയോ അതിലൂറും പൂന്തേനോ അടുത്തത് ഭൂമി
ആ ഇപ്പോഴിപ്പോഴും കറക്റ്റാ. നേരത്തെ ഞാൻ ഭൂമിദേവി എന്നാ കേട്ടത്. പല്ലില്ലാത്തോണ്ടാണ്. ആ എയർ പോയതായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഭൂമി. ഞാൻ അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഉറങ്ങിപ്പോയതാ. ഞാൻ കേട്ടങ്ങ് മയങ്ങിപ്പോയി. എന്തൊരു രസമായിട്ട് പാടി. താങ്ക് യു. ഇത് ആർക്ക് വേണ്ടിയിട്ടാ മോള് പാടിയത്? MG അങ്കിളിനും ശരത് അങ്കിളിനും വേണ്ടി. എല്ലാവർക്കും വേണ്ടി. എല്ലാവർക്കും. എന്നാലും സ്പെഷ്യലായിട്ട് ആർക്കാ ഡെഡിക്കേഷൻ ടു? അത് എന്നാലും അത് അറിയാം. അപ്പൊ ഇത് പാടിയത് ഈജോക്കുട്ടിന് വേണ്ടി അല്ലേ? മീനാക്ഷി ചേച്ചിക്ക് വേണ്ടി. ഓ, അതാ നല്ലത്. എങ്ങനെയുണ്ട്? താങ്ക് യു കേട്ടോ, നല്ലതായിരുന്നേ. മീനാക്ഷി അവൾക്ക് നിൽക്കാൻ അറിയാം. കാരണം എവിടെ കൊണ്ട് നിർത്തിയാലും അവള് 4 കാലിൽ നിൽക്കും. ആർക്കും ഒരു പരാതി ഇല്ലാത്തൊരു ആർക്കും ഒരു സ്ഥലം കൊണ്ട് നിർത്തി. അതെ, മീനാക്ഷി ചേച്ചിക്ക് വേണ്ടി. ഹായ് മോളെ. ഹായ്. മോക്ക് ഇഷ്ടമുള്ള ഒരാളാ സംസാരിക്കുന്നത്. ശരത് അങ്കിൾ നന്നായിട്ട് പാടി കേട്ടോ മകളെ. സൂപ്പറായിരുന്നു. താങ്ക് യു. നല്ലൊരു എന്താ പറയുക, ഒരു ക്യൂട്ടായിട്ടൊരു പാട്ട്. അത് നല്ല ക്യൂട്ടായിട്ടൊരു കുഞ്ഞ് നല്ല ക്യൂട്ടായിട്ട് പാടി. താങ്ക് യു. ഐ ലവ് യു മുത്തേ. ഐ ലവ് യു. 3. ലച്ചുക്കുട്ട. എന്ത്? അയ്യോ എന്ത് രസമായിരുന്നു പാട്ട്. നല്ലൊരു താരാട്ട് പാട്ട്. ശരിക്കും ഉറക്കം വന്നു. ഞാൻ അവിടെ ഇങ്ങനെ ഉറങ്ങി ഇങ്ങനെ. ഞാൻ അപ്പൊ ഇങ്ങനെ ശരത് സാറിന്റെ കൂർക്കമ്മലി കേട്ടിട്ട് ഞാൻ ഞെട്ടി ഉണർന്നു. ഉറക്കം വന്നിട്ട് സംഭവമൊക്കെ ശരി. ഒരാൾ കൂർക്കും, ഒരാൾ സൈഡിൽ ഇങ്ങനെ ഒഴുകിയിട്ടേ. MG സാർ മാത്രം കണ്ണു തുറന്ന് വളരെ ഡീസന്റ് ആയിട്ട് ഇതൊക്കെ കണ്ടോണ്ടിരുന്നാണ്. ഒരാള് വേണ്ടേ സാക്ഷി. ഞങ്ങളെയൊക്കെ ഉറക്കി. താങ്ക് യു. അതെ, ഞങ്ങൾ എല്ലാരും നന്നായിട്ട് ഉറക്കി. സൂപ്പർ ആയിരുന്നു, അടിപൊളി. താങ്ക് യു. എനിക്കാണെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ ഇങ്ങനെ കിടന്നുറങ്ങാൻ പാകത്തിനൊരു സെറ്റപ്പിലാണ് ഞാനിരിക്കുന്നത്. ഞാൻ മോള് ഇടയ്ക്ക് കണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ഞാനിടയ്ക്ക് ഇവിടെ ചാഞ്ഞ് കിടന്ന് അതാ ഉറങ്ങുമായിരുന്നു. മിയ ചോദിച്ചത്. എപ്പോഴും ഈ കൊച്ചു 2 ലൈനാണല്ലോ പാടുന്നത്. പല്ലവി തുടങ്ങിയപ്പോ ഉറങ്ങാൻ തുടങ്ങിയതാ. എണീറ്റപ്പോ പിന്നെയും പല്ലവി. അത്ര രസമായിരുന്നു. താങ്ക് യു. മക്കളെ എന്തായാലും നന്നായി. ഓക്കെ, ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകടി. താങ്ക് യു. ചക്കര ടാറ്റ.
ചെറുമണികൾ വിതറിയിടും കുളിരാടാൻ പോകാം കലീളകണ കാറ്റത്ത് നടവഴിയുടെ ഓരത്ത് മുളയരിയിൽ തനിമയഴും നിൻ കാലടി കണ്ടേ വാവലുകൾ തേനിനു പായും മലവാഴത്തോപ്പും കേറി അലനെല്ലൂർ മലയിൽ കൊണ്ടുപോവാം പൊന്നീ വന്നോളാം വന്നോളാം നീ ചായും കൂട്ടിൽ വന്നോളാം നിന്നോളാം നിന്നോളാം നിന്മാറിൽ ചാരി നിന്നോളാം പുല്ലാനിക്കാടും കാണാം വെള്ളാമ്പൽ പൂവും നുള്ളാം തിരോട്ടം കാണാൻ വന്നോളാം പെണ്ണേ കൊണ്ടോരാം കൊണ്ടോരാം കൈതോല പായ കൊണ്ടോരാം നിന്നോളാം നിന്നോളാം നിന്നാരിൽ ചാരി നിന്നോളാം ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ അതിമനോഹരമായ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.